താങ്കളുടെ ഭാര്യ ഒരു ക്യാൻസർ സർവൈവറാണ് അല്ലേ? ആ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഒരു പരിചരണ സമയത്തും ആ ഒരു ട്രീറ്റ്മെൻറ്റ് സമയത്തുമൊക്കെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു ഭർത്താവ് എന്ന നിലയിലും അതെങ്ങനെയാണത് ബാലൻസ് ചെയ്തതും? അതൊരു സമ്മർദ്ദമാണല്ലോ നമുക്ക്, പ്രത്യേകിച്ച് നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക് ക്യാൻസർ വരിക എന്ന് പറയുമ്പോഴത്തേക്കിനും. ശരിക്കും അതൊക്കെയാണോ ഇവിടെ പല ആശുപത്രിയിലും മറ്റുമൊക്കെ ക്യാൻസർ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിനൊക്കെ ഇൻസ്പയർഡ് ആയതും? അല്ല, അങ്ങനെയല്ല. ഒന്ന്, നിഷ എൻ്റെ വൈഫ്, ഭാര്യ, പൊതുപ്രവർത്തന ഈ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പണ്ട് തൊട്ടേ ഉള്ളതായിരുന്നു. ഒന്ന് കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ ഞാനും പൊതുപ്രവർത്തനിക്കുമ്പോൾ പല വെന്യൂസ് വരും. കാരണം എൻ്റെ അടുത്ത് ചിലപ്പോൾ സഹായത്തിന് വരുന്ന ആൾക്കാർ ചിലപ്പം നിഷയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ആശ്വാസവാക്കായിരിക്കാം. കാരണം ഈ സ്ത്രീകൾ എന്നാ ചോദിച്ചാൽ കീമോതെറാപ്പി കഴിഞ്ഞപ്പോൾ മുടി പോയി കഴിയുമ്പോൾ പലരും എന്നാ വെച്ചാൽ ഒരു നട്ട് ഷെഡിലേക്ക് പോകും. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. അവർ കണ്ണാടിയെ നോക്കുമ്പോൾ ഡിസ്ഫിഗറായിട്ട് തോന്നുന്നു. ആണുങ്ങൾക്ക് അത്രയും പ്രശ്നമില്ല. അവിടെ അങ്ങനെ വന്നപ്പോഴാണ് നിഷ ഒരു ക്യാമ്പയിന്, ഹെയർ ഫോർ ഹോപ്പ് എന്നുള്ള ഒരു ക്യാമ്പയിനിലേക്ക് പോയി മുടി മുറിച്ച് 3 പ്രാവശ്യം ഷേവ് ചെയ്തു. തല ഷേവ് ചെയ്തിട്ട് ഈ മിനിമം 17 ഇഞ്ച് വേണം ഒരു വിഗ് ഉണ്ടാക്കാൻ. ആ 17 ഇഞ്ച് വെച്ചിട്ട് അതൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അത് വിഗ് ഉണ്ടാക്കാൻ കൊടുത്തതിന് ശേഷം ആ ഒരു ക്യാമ്പയിൻ നടത്തി. കാരണം ഒരു വിഗ് ഉണ്ടാക്കാൻ ഒരു 25,000-30,000 രൂപ വേണ്ടി വരും. അപ്പോൾ അത് ഫ്രീ ആയിട്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനും, ചങ്ങനാശ്ശേരി ഇൻസ്റ്റിറ്റ്യൂഷനും അച്ഛന്മാരുടെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരാണ് ഉണ്ടാക്കുന്നത്. ഈ ക്യാമ്പയിനകത്ത് കുട്ടികളെയും കൂടെ വന്ന് 17 ഇഞ്ചുണ്ടെങ്കിൽ അത് ഒരിക്കലും കമ്പൽഷനല്ല, അവർ തന്നെ പറയും എൻ്റെ മുടി മുറിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ അതിനകത്ത് 2 ആസ്പെക്റ്റാണ്. ഒന്ന്, ഈ കുട്ടികളും ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള ഒരു അവരുടെ മനസ്സിൽ ഞാൻ കൊടുത്തു എന്നായി. 2, അങ്ങനെ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ക്യാൻസർ പേഷ്യൻ്റ് പലരും ഇവരുടെ അടുത്ത് വരും, നിശ്ചയുടെ അടുത്ത് വരും, ഞാൻ പോലും അറിയുന്നില്ല. അങ്ങനെ വരുന്നവരെ ഈ പാതിരാത്രിയാണെങ്കിലും ആ വീട്ടിൽ പോയിട്ട് കൗൺസിലിംഗ് നടത്താറുണ്ട്. ഇങ്ങനെയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ സെൽഫ് ഡിറ്റക്ഷൻ നടത്തിയപ്പോഴാണ് ഇങ്ങനെ ബ്രസ്റ്റിൻ്റെ ക്യാൻസർ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അറിഞ്ഞത്. പക്ഷേ ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഞാൻ അത്ര സീരിയസ് ആയിട്ടുള്ളത്, ഇങ്ങനെ എനിക്കൊരു സംശയമുണ്ട്. അപ്പം ഞാനൊന്നും കൂടെ പോയില്ല, നേരിട്ട് പോയി ചെക്ക് ചെയ്തു. എന്നോട് പറഞ്ഞു ഇങ്ങനൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ഷോക്കായിപ്പോയി. അപ്പം നമ്മുടെ സ്വന്തം ആളിനെ കിട്ടുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വിഷമവും പ്രയാസമൊന്നും സാധാരണയാണ്. ഉടനെ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോയി ചെക്ക് ചെയ്തു, ഓപ്പറേഷൻ നടത്തി. ഞാൻ മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിഷ പറയും ആ സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് എനിക്ക് എന്ന് പറഞ്ഞാൽ നിഷയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ഇത് എടുത്തു. അതായത് ഈ ഫീൽഡിൽ ഉണ്ടോണ്ടായിരിക്കാം. നിഷ പറഞ്ഞു ഡോണ്ട് വറി. അപ്പം ഞാൻ ഇച്ചിരി ഒരു സാഡായവൻ ഡോണ്ട് വറി, ഇതൊക്കെ ക്യൂർ ചെയ്ത് പോകും എന്ന് പറയുകയും, എനിക്ക് ഒരു തരത്തിൽ വന്നത് മറ്റുള്ളവർക്ക് സ്ട്രെങ്ത് കൊടുക്കാൻ ഇത് എന്നെ സഹായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾക്കൊരു രോഗം ഇല്ലാത്ത ഇത് കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരുന്നോ എന്ന് പറയുന്നതും, എനിക്ക് ആ രോഗം വന്നതാണ്, ഞാൻ അതിന് ക്യൂർ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യാസമുണ്ട്. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പാർലമെൻറ്റിൽ ഒത്തിരി സബ്മിഷൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട്. കാരണം ക്യാൻസറുമായി ബന്ധപ്പെട്ട്, എയ്ഡ്സുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾക്കുള്ള മരുന്നിൻ്റെ വില അത് എക്സോർബിറ്റൻ്റാണ്, പേറ്റൻറ്റ് റേറ്റ് വെച്ചിട്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ കമ്പൽസറി ഒരു നിയമമുണ്ട്. ആ നിയമപ്രകാരം പേറ്റൻറ്റ് റേറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിലേക്ക് ഒരു എപ്പിഡമിക് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കമ്പൽസറി റെഗുലേഷൻ വെച്ചിട്ട് മരുന്ന് നിർമ്മിക്കും. അങ്ങനെ വരുമ്പോൾ 1,00,000 രൂപയുള്ള മരുന്ന് വെറും 10,000 രൂപ വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനകത്തൊക്കെ ഇടപെട്ടത് കൊണ്ട് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വളരെയധികം ആളുകൾ ഞങ്ങളുടെ അടുത്ത് ചികിത്സാ സഹായത്തിന് വേണ്ടി പ്രധാനമന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് എത്രയോ പേര്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഐഡിയ വന്നത്, നമുക്ക് ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിന് ഇത് വേണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് അതിലേക്ക് നമ്മൾ പോയത്. എന്തായാലും താങ്കൾക്കുണ്ടായ ഈ ഒരു അനുഭവത്തോടു കൂടി നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തെ പറ്റിയും നമ്മളെ ആരോഗ്യ മേഖലയെ പറ്റിയും അതേപോലെ തന്നെ ഇതുപോലെയുള്ള ക്യാൻസർ സപ്പോർട്ട് അതുപോലെയുള്ള മേഖലകളെ പറ്റിയൊക്കെ താങ്കൾക്കുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളും വലിയൊരു മാറ്റം ഉണ്ടായി കാണുമല്ലോ അല്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് അത് ഒരു ക്യാൻസർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എത്ര യങ് ആൾക്കാർക്ക്, ഞങ്ങളൊക്കെ പലപ്പോഴും പൊതുപ്രവർത്തനമൊക്കെ ഈ മരണമൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിൽ പോവും. എന്താണ് കാരണം ചോദിക്കുമ്പോൾ ക്യാൻസറാണ്. 2 ആസ്പെക്റ്റ്, ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ശരിക്കും ഇപ്പോഴും പ്രോപ്പർ സ്ക്രീനിങ് അല്ലെങ്കിൽ പ്രോപ്പർ നേരത്തെ ഉള്ള ഏർലി ഡിറ്റക്ഷൻ ആളുകൾ ഇപ്പോഴും അവെയറായി വരുന്നതേ ഉള്ളൂ പലതും. എന്തായാലും താങ്ക്സ് ഫോർ ഹാവിങ് എ വണ്ടർഫുൾ ഡിസ്കഷൻ അബൌട്ട് യുവർ
കരിയർ, ശരിക്കും താങ്കളുടെ കരിയറിലെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അല്ലേ? അതെ. ചെറുപ്പം മുതലുള്ള കാര്യങ്ങൾ, ഈ സമയം ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഭാവി മന്ത്രിയായിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും ആ, ഒരു ദിവസം ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അവസാനമായിട്ട് പാലായിലെ ജനങ്ങളോടൊരു വാക്ക്. പാലായുടെ ജനങ്ങളോടൊരു വാക്ക് എന്ന് പറയുന്നത്, ഞാൻ കൂടെയുണ്ട്. ഒരു കൂടപ്പിറപ്പായിട്ട് പാലായിലെ ജനങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാകും എന്നുള്ളൊരു വാക്കാണ്. അത്രേ ഉള്ളൂ, അത് മതി. അതൊരു കരുതലാണ് അല്ലേ? നമുക്ക് വികസനം നടത്താൻ വികസനം നടത്തി ശീലമുണ്ട്. നടത്താൻ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും, എനിക്ക് തൊട്ട് കാണിക്കാൻ പറ്റും. യെസ്, എനിക്ക് ചരിത്രത്തിൽ അതുണ്ട്. അതുകൊണ്ട് ഞാനത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഞാൻ അവരോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഞാനത് എക്കാലത്തും, ഞാൻ പരാജയപ്പെട്ടതിന് ശേഷവും ഈ കഴിഞ്ഞ 5 വർഷം എപ്പോഴും പാലായി തന്നെ ഉണ്ടായിരുന്നു.